സർവമായ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ ബോക്സ് ഓഫീസിലേക്കുള്ള കംബാക്ക് ആയിരിക്കും ഈ ഒരു സിനിമ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അഖിൽ സത്യനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 25-ാം തീയതി ക്രിസ്മസ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജിത്തു അഷറഫിൻ്റെ രണ്ടാമത്തെ സിനിമ ചാക്കോച്ചനോടൊപ്പം ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരിയിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രഞ്ജിത്ത് ഉദയകൃഷ്ണ സിനിമയിൽ മമ്മൂക്ക ക്യാമിയോ റോൾ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15 മിനിറ്റോളം മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയിൽ സ്ക്രീൻ ടൈം ഉണ്ടെന്നാണ് പറയുന്നത്. മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ എറണാകുളത്തും തൊടുപുഴയിലുമാണ്. വരുന്ന റൂമറുകൾ പ്രകാരം സിനിമ ഒരു ത്രില്ലർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത മാസം മിഡിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. അനുരാഗ് കശ്യപ് മോളിവുഡിൽ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടിന് വരുന്നുണ്ട്. ആസിഫ് അലി ആയിരിക്കും സിനിമയിൽ നായകനായിട്ട് വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജിത്തു മാധവൻ സൂര്യ പടം ഫാൻസെല്ലാം ഹൈ എക്സ്പെക്ടേഷനിൽ നിൽക്കുന്ന പ്രൊജക്റ്റാണിത്. സൂര്യ 47 എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന ഈ ഒരു സിനിമയുടെ സെറ്റിലേക്ക് സൂര്യ ജോയിൻ ചെയ്തത് ഡിസംബർ 19-നും 20-നും ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 100 ദിവസത്തോളം സിനിമയ്ക്ക് ചിത്രീകരണം ഉണ്ടാകും. 70 ദിവസത്തെ ഷൂട്ടിംഗ് കേരളത്തിലായിരിക്കും. മെയിനായിട്ട് കൊച്ചിയിലാണ്. 20 ദിവസത്തോളം ചെന്നൈയിലും സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാകും. ലോക ചാപ്റ്റർ 1 സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ സിനിമ 121 കോടി 95 ലക്ഷം, തമിഴ്നാട്ടിൽ 24 കോടി 65 ലക്ഷം, കർണാടകയിൽ 14 കോടി 70 ലക്ഷം, ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ 13 കോടി 57 ലക്ഷം, നോർത്ത് ഇന്ത്യയിൽ 7 കോടി 58 ലക്ഷം. സിനിമയുടെ ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 120 കോടി 20 ലക്ഷം. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 302 കോടി 65 ലക്ഷമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ഏറ്റവും വലിയ കളക്ഷൻ നേടിയ രണ്ടാമത്തെ സിനിമ, അങ്ങനെ തുടങ്ങിയ പല റെക്കോർഡുകളാണ് ലോക സിനിമ നേടിയത്. മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമയുടെ 9-ാം ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 1 കോടി 92 ലക്ഷമാണ് 9-ാം ദിവസം സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 40 ലക്ഷവും ഓവർസീസിൽ നിന്നും 2 കോടി 5 ലക്ഷവും. അങ്ങനെ സിനിമയുടെ 9-ാം ദിവസത്തെ ടോട്ടൽ കളക്ഷൻ 4 കോടി 37 ലക്ഷമാണ്. 9 ദിവസങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 71 കോടി 41 ലക്ഷമാണ്. ഏകദേശം 75 കോടിയിലേക്ക് കളങ്കാവൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2025-ലെ 5th ബിഗ്ഗസ്റ്റ് ഗ്രോസറായിട്ട് കളങ്കാവൽ മാറിയിരിക്കുകയാണ്. കുറേ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ഡൊമിനിക് സിനിമ OTT റിലീസാകാൻ പോകുന്നു. ഈ വരുന്ന 19-ാം തീയതിയാണ് സിനിമയുടെ OTT റിലീസ്. C5-ലൂടെ ആയിരിക്കും സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. സന്ദീപ് പ്രദീപിനെ നായകനാക്കി അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന കോസ്മിക് സാംസൺ എന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ഏകദേശം 75 ദിവസത്തോളം ഉണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമ ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി പടമാണ്. കൊച്ചിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്.